വി എസിൻ്റെ ആ അവസാന നിമിഷങ്ങളിൽ തങ്ങളും പങ്കുചേരുന്നു. അതിന് രാഷ്ട്രീയമില്ല, അതിന് മതമില്ല, അതിന് മറ്റെന്തെങ്കിലും അതിർവരമ്പുകളില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കാരണം വി എസ് ഒന്നേയുള്ളൂ, ഒരൊറ്റ വി എസ്സേ ഉള്ളൂ. ആ വി എസ് തങ്ങൾക്ക് ഇടയിൽ നിന്ന് കടന്നു പോകുന്നു. പക്ഷേ വി എസ് നിങ്ങൾ നയിച്ച പോരാട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ആ അവസാന നിമിഷത്തിലും പറയുന്നു. എല്ലാ ക്രമീകരണങ്ങൾക്കും അപ്പുറത്ത് എല്ലാ സമയ ക്രമീകരണങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് വി എസ് ജനങ്ങളുടെ സ്നേഹത്തിൻ്റെ തടവറയിലായിരുന്നു. ആ തടവറയെ ഭേദിച്ചുകൊണ്ട് വി എസിനെ ആർക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ ജനങ്ങൾ തങ്ങളുടെ ഹൃദയം വി എസിൻ്റെ കാൽക്കൽ അർപ്പിക്കുന്ന ആ നിമിഷം വരെ, വി എസിനെ ഒരു നോക്ക് കണ്ടിട്ട് പോകുന്ന നിമിഷം വരെ വി എസിനെ ആരിൽ നിന്നും മാറ്റി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. വി എസിനെ കാണുന്നതിൽ നിന്ന് ആർക്കും ആരെയും തടസ്സപ്പെടുത്താനും കഴിഞ്ഞില്ല. അതാണ് ആ സമാനതകളില്ലാത്ത പോരാളിയുടെ ആ ചരിത്രം. ആ വി എസ് വലിയ ചുടുകാട്ടിലേക്ക്, ആ രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന ആ വലിയ ചുടുകാട്ടിലേക്ക് കടന്നുപോയിരിക്കുന്നു. ആ വി എസിനെ അനുഗമിക്കുന്ന ജനസമൂഹവും ആ വലിയ ചുടുകാട്ടിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. പൊതുദർശനമെല്ലാം തന്നെ പൂർത്തിയായി. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം വലിയ ചുടുകാട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അവിടെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുക എന്നുള്ളതാണ്. പുന്നപ്ര വയലാർ രണസ്മരണകൾ ഇരമ്പുന്ന ഇടമാണ് ആലപ്പുഴയിലെ വലിയ ചുടുകാട്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സ്മരണകൾ അലിഞ്ഞു ചേർന്ന മണ്ണ്. അവിടെയാണ് വി എസ് അച്യുതാനന്ദനും ഉറങ്ങുക ഇനിയുള്ള കാലം. സ്വന്തം വി എസിൻ്റെ പേരിലുള്ള ആ മണ്ണിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ഏറ്റവും അവസാനമായി എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. തൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കൊപ്പം വി എസ് അവിടെ അന്തിയുറങ്ങും. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. ഇപ്പോൾ ഈ ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും പൊതുദർശനത്തിന് ആയിരങ്ങളാണ് അവിടേക്ക് എത്തിയത്. അവരുടെ വിളികൾക്ക് ഇടയിലൂടെയാണ് അദ്ദേഹം അവിടെ നിന്നും അവസാന യാത്രയായി ഇപ്പോൾ ആലപ്പുഴ വലിയ ചുടുകാടിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്, അനുഭാവികളെ സംബന്ധിച്ച്, സഖാക്കളെ സംബന്ധിച്ച് അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന യാത്രയിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ. തങ്ങളുടെ പ്രിയപ്പെട്ട വിപ്ലവ പോരാളി, പടത്തലവൻ, പടനായകൻ, സാധാരണക്കാരുടെ നേതാവ്, സമര നായകൻ, അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര, അവസാന നിമിഷം വരെ പോരാട്ടത്തിലായിരുന്നു. 102 വയസ്സ് വരെയുള്ള സംഭവബഹുലമായ ജീവിതം അത് അവസാനിക്കുന്നതും വലിയൊരു പോരാട്ടം, ജീവിതത്തിനോട് മല്ലടിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന നാളുകളിൽ പോലും അത്തരം പോരാട്ടം നമ്മളെല്ലാവരും കണ്ടു. ആ വി എസ് ആണിപ്പോൾ അന്ത്യയാത്ര നടത്തുന്നത്. ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക്, വിപ്ലവ സ്മരണകൾ ജ്വലിക്കുന്ന വലിയ ചുടുകാട്ടിലേക്കാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ അവസാന യാത്ര എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സഖാക്കൾക്കൊപ്പം അദ്ദേഹവും അവിടെ അന്തിയുറങ്ങും. അദ്ദേഹത്തിനായി അവിടെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന സ്ഥലമെല്ലാം നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു. അവിടെ ആക്കാണിപ്പോൾ അദ്ദേഹം എത്തിച്ചേരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വി എസിൻ്റെ കുടുംബാംഗങ്ങളടക്കമുള്ള മന്ത്രിമാർ, പ്രമുഖ നേതാക്കൾക്കെല്ലാം ഇരിക്കാനായി പ്രത്യേക ഇരിപ്പിടവും അവിടെ നേരത്തെ തന്നെ സജ്ജീകരിച്ചിരുന്നു. അവിടേക്ക് ഇപ്പോൾ നേതാക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള തുറന്ന ബസ്സിലൂടെ അവസാനത്തെ യാത്രയാണ്. കനത്ത മഴയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നുള്ളതാണ്. മണ്ണും വിണ്ണുമെല്ലാം അദ്ദേഹത്തിന് വേണ്ടി കരയുകയാണ്. അത്രമാത്രം വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ യാത്രയിൽ ആണിപ്പോൾ പുന്നപ്ര സമര നായകൻ. ഇനി വലിയ ചുടുകാട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ചവർ അന്തിയുറങ്ങുന്ന ആലപ്പുഴ വലിയ ചുടുകാടും വി എസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ചരിത്രമാണ്. ആ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്കാണിപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ അവസാന യാത്ര എന്നുള്ളതാണ്. അദ്ദേഹം അവിടേക്ക് അവസാനമായി എത്തുന്നു. വി എസിൻ്റെ പേരിലുള്ള സ്ഥലമാണ് ഈ ആലപ്പുഴ വലിയ ചുടുകാട്. അവിടേക്കാണിപ്പോൾ അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ്. എല്ലാ വർഷവും തുലാപ്പത്തിന് കൃത്യമായി പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിൽ അവിടെ എത്തി തൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് അന്തിമ അഭിവാദ്യം അർപ്പിക്കാറുള്ള വി എസ് ഇപ്പോൾ തൻ്റെ